നോർത്ത് യൂറോപ്പിൽ ഇപ്പോൾ സാധാരണ കൂടുതൽ മഞ്ഞ് വീഴ്ചയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇതുപോലത്തെ വൃത്തിയായിട്ട സാധനം വേറെ ഉണ്ടാവില്ല കാലാവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ. മഴക്കാലത്ത് ചെളി പിടിച്ചാലും കുറച്ച് ഭാഗമൊക്കെ ചെളി പിടിക്കുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് മൊത്തം കിടക്കുകയാണ്. പെട്ടെന്ന് നടക്കാൻ പറ്റുമോ? നടക്കാനും പറ്റില്ല. കാലെടുത്ത് വയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, ചെളി പിടിച്ച് കിടക്കുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ കളിക്കാൻ നല്ല രസമാണ് മഞ്ഞിൽ കളിക്കാൻ. പക്ഷെ അത് എന്നൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ, എത്ര നേരം വെച്ച് കളിക്കും. പിന്നെ ഇതുപോലെയുള്ള വണ്ടികൾ വന്നിട്ട് ഈ നടക്കുന്ന വഴിയെങ്കിലും ഒന്ന് റെഡിയാക്കി ഇട്ടാലേ നല്ല രീതിക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലോ നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പത്ത് വേണം. അപ്പോഴേക്ക് മഞ്ഞ് ചിലപ്പോൾ വീഴുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മാറ്റിയിട്ടില്ല, അതിൽ കൂടി കാലെടുത്ത് വെച്ച് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ കണ്ടില്ലേ സൈഡിലുള്ള കനം കണ്ടില്ലേ, ആ കനത്തിലായിരിക്കും നമ്മൾ നോർമലി വീണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വണ്ടി കൊണ്ട് പോകണവരുടെ വേറെ ബുദ്ധിമുട്ട്, അവർക്കാണെങ്കിൽ സാധാരണ കൂടുതൽ സമയത്ത് നേരത്തെ എണീക്കേണ്ടി വരും. കാരണം മിനിമം ഒരു 20 മിനിറ്റെങ്കിലും വേണ്ടി വരും ഈ വണ്ടിയിൽ മഞ്ഞും മറ്റേ ഫ്രോസണായി കിടക്കുന്ന സാധനമൊക്കെ തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. മഞ്ഞ് മാത്രമാണ് വീണ് കിടക്കുന്നതിന് കുഴപ്പമില്ല, ഫ്രഷ് മഞ്ഞാണെങ്കിൽ. കാരണം അതങ്ങ് ബ്രഷും കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ പൊയ്ക്കോളും. പക്ഷേ ഈ ഫ്രോസണായി കിടന്നു കഴിഞ്ഞാൽ അതൊന്ന് ആ ഫ്രണ്ടിൽ നമുക്ക് ആ കാണുന്ന ചില്ലുണ്ടല്ലോ, വിൻഡ്ഷീൽഡ്, അതൊന്ന് വരച്ച് ക്ലീൻ ആക്കണമെങ്കിൽ കൈ മരച്ചും പോവും. അതുപോലെ തന്നെ അങ്ങനെ ബുദ്ധിമുട്ടാണ് നീക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണുമില്ല. അതൊന്ന് ലെവലായി വരണമെങ്കിൽ വണ്ടി ഒന്നും കൂടി ലെവലാവണം. ഇപ്പം ഇവിടെ കണ്ടോ, നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അത് കട്ടി ഇവിടെ പെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റേ വണ്ടി വന്നിട്ട് നീക്കിയിട്ടില്ല മഞ്ഞ്. അതുകൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അവിടെ. കാലങ്ങ് എടുക്കാൻ പറ്റില്ല. ചവിട്ടിയ കാലം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്മൂത്തായിട്ട് പറ്റില്ല. മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ എന്താ അവസ്ഥ, അല്ലെങ്കിൽ മണലിലൂടെ നടക്കുമ്പോൾ എന്താ അവസ്ഥ, ആ അവസ്ഥ. അതാണ് അതിൻ്റെ കറക്റ്റ് പറയുക. പിന്നെ ഈ മഞ്ഞിൽ കാണാൻ ഇങ്ങനെ മഞ്ഞ കളർ ഇടയ്ക്ക് കണ്ടു കഴിയുമ്പോൾ അതെടുത്ത് വാരാൻ നിൽക്കരുത്. കാരണം പട്ടി മൂത്രം ഒഴിച്ചതായിരിക്കും മഞ്ഞിൽ വന്നിട്ട്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല ഭംഗിയാട്ടോ. അത് നമ്മൾ നല്ല രസം തന്നെയാണ് ഫോട്ടോ എടുക്കാൻ. മഞ്ഞിൽ നിരങ്ങി കളിക്കാൻ, കുന്നല കയറിയിട്ട് നിരങ്ങി വരാനൊക്കെ നല്ല രസമാണ്. അങ്ങനെയുള്ള പല രസങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇത് കണ്ടോ, ഒലിക്കുന്ന ഒരു ചെറിയ ചാലാണ്, ഉറച്ച് കിടക്കുക, നടുക്ക് ഉള്ളിലൂടെയുള്ള വെള്ളം കുറച്ച് പാസ് ചെയ്യുന്ന കാണുന്നത്. ഇനി വണ്ടി ഉപയോഗിക്കുന്നവർക്ക് വേറെയും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലോട്ട് ഈ ചെളി കയറും, മഞ്ഞും ചെളിയും കൂടി കയറിയിട്ട്. അത് മാത്രമല്ല ഈ ഉപ്പിടുന്നുണ്ട് ഇവിടെയൊക്കെ, ഈ റോഡുകളിലൊക്കെ. അപ്പോൾ ഈ ഉപ്പെല്ലാം കൂടി വണ്ടിയുടെ അടിയിൽ കയറി അണ്ടർ ബോഡിയിൽ കയറി പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അത് അത്ര നല്ലതൊന്നല്ല വണ്ടിയുടെ ബോഡിക്ക്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊന്ന് വണ്ടി അണ്ടർ വാഷൊക്കെ ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ സ്വയം ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടെ മറ്റേ മെഷീനകത്ത് കയറ്റി ഇറക്കണം. അവിടെ പോകണത് നല്ല ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്ന ചിലവ് കയറിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു മഞ്ഞ് പെയ്താലുള്ളൊരു അവസ്ഥേനെ പറ്റിയൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ പുറത്ത് കാണുന്ന രസമൊക്കെ ഉണ്ട്, അതങ്ങനെ രസം. അനുഭവിക്കുമ്പോൾ ആ രസം എപ്പോഴും രസമാവില്ല, കളിക്കണ സമയത്ത് മാത്രമേ രസമായിട്ട് തോന്നുള്ളൂ. കിളികളൊക്കെ കുറച്ചിട്ട് ഇവിടെ എപ്പോഴും ഈ കുഞ്ഞു കിളികളൊക്കെ ഈ കുറ്റിച്ചെടികളുടെ ഇടകളിലുണ്ടാവും. അവിടെയാണ് അവരുടെ ഒരു വാസം. മൊത്തത്തിലിപ്പോൾ പലരുടെയും വീഡിയോയിലും സ്റ്റാറ്റസിലൊക്കെ ഈ മഞ്ഞ് തന്നെയാണ്. അപ്പോൾ ഇത് മഞ്ഞ് കാണിച്ച് വെറുപ്പിക്കുന്നല്ല, മഞ്ഞിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ഈ മഞ്ഞിൻ്റെ ആകൃതിയില്ലേ, അത് കറക്റ്റ് അത് തന്നെയായിട്ട് നമ്മൾ AC കാണുന്നില്ലേ, ആ സംഭവമാണ്. ആ കറക്റ്റ് ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇത് വീഴുന്നത്. ഓരോ കണികളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ. ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് അങ്ങനെയൊന്നും അല്ല, വെറുതെ ഒരു ചിഹ്നം അത്രേ വിചാരിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത് അതങ്ങനെയല്ല, ശരിക്കും മഞ്ഞ് പോലെ തന്നെയാണെന്ന്, ആ ചിഹ്നം തന്നെയാണെന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് മഞ്ഞിനെ പറ്റി പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ തെന്നി വീഴാണ്ട് സൂക്ഷിക്കണം എപ്പോഴും. വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലായിടത്തും ഇങ്ങനെ വൃത്തികെട്ടൊക്കെ വളർത്തി തെന്നി വീഴാൻ പാകത്തിന് കിടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നല്ല തണുപ്പുള്ള ഇതുപോലെയൊക്കെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഫ്രീസറിനകത്തൊക്കെ സ്ഥലം ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രീസറിലേക്കുള്ള സാധനമൊക്കെ വേണമെങ്കിൽ നമ്മുടെ ബാൽക്കണി ഉണ്ടെങ്കിൽ അവിടെയോ അങ്ങനെ വെച്ചാലും അവിടെ ഇരുന്നോളും, കേടൊന്നും വരാതെ.